എല്ലാ ന്യൂ ഇയറിലും ടാർഗറ്റിന്റെ ബഹളമാണ്, പക്ഷെ ഒന്നും നടക്കാറില്ല. നെക്സ്റ്റ് ആള് സസാദിയ, 15 kg ഓവർ വെയിറ്റ് ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 days പ്ലാൻ. അപ്പൊ ലക്ഷ്മിയുടെ ഗോൾ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ്. 80+ ആയിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് അപ്പൊ തന്നെ റിട്ടേൺസ് കിട്ടാൻ തുടങ്ങും. ആക്ച്വലി 75 ഹാർഡ് ചാലഞ്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫിറ്റ്നസ് ഗോൾസ് ഇൻ 2024? കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കറണ്ട് വെയിറ്റ് എന്താണ്, നിങ്ങളുടെ ടാർഗറ്റ് വെയിറ്റ് എന്താണ്, നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ ഇൻ 2024 എന്താണെന്നൊക്കെ ചോദിച്ചൊരു ചെറിയൊരു പിക്ചർ ആയിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഏകദേശം 21 ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കറണ്ട് പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഈ 21 പേരും എന്തായാലും 2024 അവരുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഗോൾ വെയിറ്റ് റീച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഏകദേശം 1.73 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു 1,73,000 സബ്സ്ക്രൈബേഴ്സിന്റെ അകത്ത് നിന്ന് 21 പേരാണ് ആ ഒരു ഫോട്ടോയുടെ താഴെ കമന്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, എന്തായാലും എനിക്ക് എന്തെങ്കിലും ഈ ഒരു 2024 എന്റെ ഫിറ്റ്നസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എന്റെ ഹെൽത്തിന് ഞാൻ പ്രിയോറിറ്റി കൊടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ളവരാണ് ഈ കമന്റ് ഇട്ടവരൊക്കെ തന്നെ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം കൊണ്ട് നിങ്ങളുടെ ഗോൾ വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഓരോരുത്തരുടെ പേരും പാരാമീറ്റേഴ്സും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഒന്നാമത്തെ കമന്റ് ഇട്ടിരിക്കുന്നത് മാളു ആണ്. അപ്പോൾ ആ ഒരു കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടി റിക്വസ്റ്റ് ചെയ്തത് കാരണം. കറണ്ട് വെയിറ്റ് 67.7 kg, ഐഡിയൽ വെയിറ്റ് 56 kg. 2024 ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യണം എന്നാണ് ഈ ഒരു കുട്ടി കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടി ഹൈറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഏകദേശം എത്രയാണ് ഈ കുട്ടിയുടെ ഐഡിയൽ വെയിറ്റ് വരിക എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടി തന്നെ എഴുതിയിട്ടുണ്ട് ഐഡിയൽ വെയിറ്റ് 56 kg എന്നായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ഏകദേശം ഒരു 156 അല്ലെങ്കിൽ 157 സെന്റിമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും ആ കുട്ടി ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ആ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 10+ kgs ഓവർ വെയിറ്റ് ആണ്. അപ്പൊ 10+ kg ഓവർ വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 45 ഡേയ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 60 ഡേയ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഡയറ്റ് പ്ലസ് വർക്ക്ഔട്ട്, ഈ ഒരു പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐഡിയൽ വെയിറ്റിന്റെ ഏകദേശം ഒരു എന്താ പറയാ വടക്ക് കിഴക്കേ അറ്റത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ മാളു, എന്റെ ഓൾ ദി ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് കമന്റ് എന്ന് പറയുന്നത് ഫാത്തിമ അഫാഫ് ആണ് ചെയ്തിരിക്കുന്നത്. കറണ്ട് വെയിറ്റ് 67.75 kg, height 154, goal weight 52 kg. Fitness goal, want to reach my ideal weight and maintain healthy lifestyle. അപ്പൊ ഈ കുട്ടി ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ശരിയാണ്. ഹൈറ്റ് 154 ആവും. ഏകദേശം ഒരു ഐഡിയൽ വെയിറ്റ് വരേണ്ടത് 52 kg ആണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് വർക്ക്ഔട്ട് റുട്ടീനൊക്കെ നമ്മുടെ ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈവൻ നമ്മുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാതെ തന്നെ നമ്മൾ ഫിറ്റ് ആൻഡ് ടോൺ ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ എപ്പോഴും ഞാൻ പറയുന്നത്, വെയിറ്റ് ട്രെയിനിങ് നിങ്ങളുടെ ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു കുട്ടിയാണെങ്കിലും ഏകദേശം ഒരു 10+, അതായത് എനിക്ക് തോന്നുന്നു ഒരു 15 kg ഓവർ വെയിറ്റ് ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 days പ്ലാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക 3 months, ഒരു 12 weeks പ്ലാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. കൺസിസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ സമയം എടുത്തു വരാം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഏകദേശം ആ ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഫാത്തിമയ്ക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി നെക്സ്റ്റ് ആളെന്ന് പറയുന്നത്, പേര് വായിക്കാൻ പറ്റുന്നില്ല, മൈ ചാപ്റ്റർ സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മൈ ചാപ്റ്റർ എന്ന് മാത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റ് 154 സെന്റിമീറ്റേഴ്സ് ആണ്. കറണ്ട് വെയിറ്റ് 62 kg, ടാർഗറ്റ് വെയിറ്റ് 54 kg, ഗോൾ ഹെൽത്തി ബോഡി, അതാണ് കുട്ടിയുടെ ഗോള്. അപ്പം കറണ്ട് വെയിറ്റ് ഏകദേശം 62 kg ആണ്, ഹൈറ്റ് 154 ആണ്. അപ്പൊ ഏകദേശം ഒരു 52 റേഞ്ച് ആണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് വരിക. പിന്നെ അധികം ഓവർ വെയിറ്റ് അല്ല, ഒരു 8 kg, ഒരു 7 to 8 kgs ആണ് ഓവർ വെയിറ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏകദേശം നമ്മുടെ ഐഡിയൽ വെയിറ്റിൽ എത്താനാവുമ്പോൾ, അതായത് ഇനി നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്താനായിട്ട് ഒരു 10 kgs ഒക്കെ കുറയ്ക്കാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജേർണി കുറച്ച് ഹാർഡായിരിക്കും. നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു 2 months 3 months ഒന്നും കൊടുത്താൽ മതിയാവില്ല, ചിലപ്പോൾ ഒരു 6 months. ഇപ്പൊ ഞാൻ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തു, പക്ഷെ ഇപ്പോഴും ഞാൻ ബോഡി ടോണിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബോഡി ടോൺ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും, നല്ല രീതിയിലുള്ള സമയം എടുക്കും. ചിലപ്പോൾ ഒരു 1 yearലൊക്കെ മുകളിൽ എടുത്തു എന്ന് വരാം. ചിലപ്പോൾ നമ്മൾ ഞാൻ കൺസിസ്റ്റന്റ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടാത്തത്. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 6 months കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിലപ്പോൾ 8 kgs തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് കമന്റ് ചെയ്തിരിക്കുന്നത് റഫ CP ആണ്. ഇതിൽ എത്ര പേര് നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിലുള്ള ക്ലൈൻസ് ആണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ കുറെ പേര് നമ്മുടെ ഈ മാസം ജോയിൻ ചെയ്തിട്ടുണ്ട്, ജനുവരി ബാച്ചിലോട്ട് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസിലും 90 days ട്രാൻസ്ഫോർമേഷൻ
4 വീക്സ് പ്ലാനിലൊക്കെ ജനുവരി ബാച്ചിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. റഫയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 168 സെന്റിമീറ്റേഴ്സ് ആണ്. കറന്റ് വെയിറ്റ് 83 കിലോ ആണ്. ഗോൾ വെയിറ്റ് 73 kg. ഗോൾ വെയിറ്റ് 73 kg ആണെങ്കിലും റഫയുടെ ഐഡിയൽ വെയിറ്റ് അതായിരിക്കില്ല. കുറച്ച് എന്താ പറയുക, ഒരു 65 ആ ഒരു റേഞ്ചിലോട്ട് എത്തണം. പക്ഷെ എന്നാലും 83+ ആണ്. അപ്പൊ എന്തായാലും നമ്മളൊരു 2 to 3 months കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 73 നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഒരു 2 to 3 months നിങ്ങൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റൻസി ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തേണ്ട കാര്യമല്ല, അത് നമുക്ക് പയ്യെ പയ്യെ ചെയ്യാം. ആദ്യം നിങ്ങളുടെ ഗോൾ വെയിറ്റ് 73 kg ആണ്. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്മി വിജയ് ആണ്. കറന്റ് വെയിറ്റ് 83 kg, ഹൈറ്റ് 167 സെന്റിമീറ്റർ, ടാർഗറ്റ് വെയിറ്റ് 65 kg, ഫിറ്റ്നസ് ഗോൾ ടു കൺസിസ്റ്റന്റ്ലി വർക്ക്ഔട്ട് ആൻഡ് ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഗോൾ എന്ന് പറയുന്നതാണ്. നമ്മൾ ഐഡിയൽ വെയിറ്റിൽ റീച്ച് ചെയ്യാന്നുള്ളതോ അത് മാത്രമായിരിക്കരുത് നമ്മുടെ ഗോള്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യും എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ഗോള്. അപ്പൊ ലക്ഷ്മിയുടെ ഗോൾ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ്. കറന്റ് വെയിറ്റ് 83 kg ആണ്. അപ്പൊ ഈ 80+ ആയിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 kg, 90 kg, 100+ ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റഡിക്ക് വേണ്ടി കുറച്ചൊരു സമയം നിങ്ങൾ മാറ്റിവെക്കണം. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ഒക്കെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല നിങ്ങൾ ഒരാഴ്ച ഫോളോ ചെയ്തു പിന്നെ നിർത്തി, 2 ആഴ്ച ഫോളോ ചെയ്ത് നിർത്തി, ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം എടുക്കും നിങ്ങൾ ഗോൾ വെയിറ്റ് റീച്ച് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും പെട്ടെന്ന് തന്നെ. അപ്പോൾ മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇനി 3 മാസം അല്ലെങ്കിൽ 4 മാസം ഞാൻ എന്തായാലും എൻ്റെ ഫിറ്റ്നസ് എനിക്ക് പ്രയോറിറ്റി കൊടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ആ ഒരു 10 kg തന്നെ വളരെ ഈസി ആയിട്ട് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലക്ഷ്മിക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് യൂസർ HF8 എൻ്റെ അമ്മ, ആ പേര് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഹൈറ്റ് 158 ആണ്. കറന്റ് വെയിറ്റ് 68.55 ആണ്. ഐഡിയൽ വെയിറ്റ് 58, ഫിറ്റ്നസ് ഹെൽത്തി ബോഡി. അപ്പൊ ഹൈറ്റ് 158 ആണ്, കറന്റ് വെയിറ്റ് 68. അപ്പൊ അത്രയൊന്നും ഇല്ല, ഒരു 10 കിലോ ഓവർ വെയിറ്റ് ആണ്. ആ 10 കിലോ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഐഡിയൽ വെയിറ്റിന്റെ ഒരു ലാസ്റ്റ് 10 kg ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ സമയം എടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു റുട്ടീനകത്ത് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ്, വെയിറ്റ് വെച്ചിട്ടുള്ള വർക്ക്ഔട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ യോഗ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാറ്റ് ലോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറയുന്നതിനേക്കാളും ഫാറ്റ് ലോസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് ആള് സസാദിയ, അതാണെന്ന് തോന്നുന്നു പേര്, എനിക്ക് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. SAHSADIA അതാണ് പേര്. ഇനി ഹൈറ്റ് 163. എല്ലാവരും ഒരുവിധം ഈ ഒരു റേഞ്ചിലാണല്ലോ, 160, 163, 164 ഒക്കെയാണ് ഹൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് 163 ആണ്. കറന്റ് വെയിറ്റ് 68 kg ആണ്. ടാർഗറ്റ് വെയിറ്റ് 58 kg ആണ്. ഫിറ്റ്നസ് ഗോൾ 2024, ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. നല്ലൊരു ഗോളാണ് കേട്ടോ. ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. അപ്പോൾ ഹൈറ്റ് 163 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 60 kg, 62 kg ഒക്കെ എത്തുമ്പോൾ തന്നെ ഐഡിയൽ വെയിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ടാർഗറ്റ് വെയിറ്റ് പക്ഷേ 58 kg ആണ് കൊടുത്തേക്കുന്നത്. അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 60 kg ആകുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ ഒരു ഹെൽത്തി പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 68 kg ആണ്. അപ്പോൾ ഒരു 10 കിലോ ഓവർ വെയിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയേണ്ടത്. കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ്, വർക്ക്ഔട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. കൂടുതൽ പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ഖദീജയാണെന്ന് തോന്നുന്നു. KADHJA. ഓക്കെ, ഹൈറ്റ് 158 സെന്റിമീറ്റർ ആണ്. കറന്റ് വെയിറ്റ് 75 kg ആണ്. ടാർഗറ്റ് 55 kg ആണ്. അപ്പോൾ ഓക്കെ, ടാർഗറ്റ് കറക്റ്റ് ആണ്. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റ് ആണ് 55. 158 സെന്റിമീറ്റർ ആകുമ്പോൾ 55 kg തന്നെയാണ് ഐഡിയൽ വെയിറ്റ്. അപ്പോൾ 75 kg ആണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ഈ 70+, 80+ ഒക്കെ ഉള്ള ആളുകൾ ഒരു ഫിറ്റ്നസ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവരാണ് നിങ്ങളൊക്കെ. ആദ്യത്തെ ഒരു 10 കിലോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ഒരു പ്രോപ്പർ റുട്ടീൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. ഈ 60 kg ഒക്കെ ഉള്ളവർക്കാണ് കൂടുതൽ വെയിറ്റ് ലോസ്. നിങ്ങൾ വിചാരിക്കുന്ന വെയിറ്റ് കൂടുതലാകുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെയല്ല. നമുക്ക് 80+, 70+, 90+ ഒക്കെ ആളുകൾക്ക് ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് അപ്പം തന്നെ റിട്ടേൺസ് കിട്ടാൻ തുടങ്ങും. പക്ഷെ അതുപോലെയല്ല ഈ ഒരു 50, ആ ഒരു 60 റേഞ്ചിലുള്ളവർക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഈ കുട്ടി 75 kg ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടി തുടങ്ങും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജു മോൻ ഖിലാർ, എനിക്ക് പേര് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹൈറ്റ് 140 സെന്റിമീറ്റേഴ്സ് ആണ്. കറന്റ് വെയിറ്റ് 74 ആണ്. ഗോൾ വെയിറ്റ് 50. അപ്പോൾ 140 സെന്റിമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയാ
കുറച്ച് വെയിറ്റ് കുറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓവറായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു 74 kg നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി വർക്ക്ഔട്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ആ ഒരു 70s നിന്ന് മെല്ലെ 60s എത്താൻ നോക്കുക, 60s നിന്ന് മെല്ലെ 50s എത്താൻ നോക്കുക. അത്രയൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഉള്ള ഒരു ഹെവിനെസ് മാറ്റാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഡയറ്റ്, അതായത് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റും കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് പ്ലസ് കാർഡിയോ വർക്കൗട്ടുകൾ നിങ്ങളുടെ ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് പേര് റസീൻ റാസ് ആണ്. ഹൈറ്റ് 153, വെയിറ്റ് 75 kg, ഫിറ്റ്നസ് സ്കോർ 60 kg. അപ്പം 60 kg അല്ല നിങ്ങളുടെ കറക്റ്റ് വെയിറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50 kg ഒക്കെ എത്തുമ്പോഴാണ് ഐഡിയൽ വെയിറ്റ് ആവുക. പക്ഷെ എന്നാലും നമ്മുടെ ഗോൾ വെയിറ്റ് ആയിരിക്കും 60 kg. അപ്പൊ അതുവരെയെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഒരു 15 കിലോ കുറച്ചാൽ മതിയാവും. ഒരു കണ്ടിന്യൂസ് ഒരു 3 months, ഒരു 90 days നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിക്ക് വേണ്ടി നിങ്ങൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് റുട്ടീനും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 15 kg കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് ശില്പ ബിനു ആണ്. ഹൈറ്റ് 155, എൻ്റെ അതേ ഹൈറ്റ് ആണ്. കറന്റ് വെയിറ്റ് 67, ഗോൾ വെയിറ്റ് 53. അപ്പോൾ ഇതും ഏകദേശം ഒരു ലാസ്റ്റ് ഫ്യൂ kgs ആണ്. കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month തന്നെ ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു 30 days ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട്, നല്ല ബോഡി ട്രിമ്മിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് ലോസും കാണാൻ വേണ്ടി സാധിക്കും. ആ റൂട്ടീൻ തന്നെ ഒരു 2 months റിപ്പീറ്റ് ചെയ്ത് പോവുക. നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓൾ ദ ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് അഞ്ജു തോമസ് ഒരു ക്ലയന്റ് നമുക്കുണ്ട്. ആ കുട്ടിയാണോന്ന് അറിയില്ല. കറന്റ് വെയിറ്റ് 66 kg, ടാർഗറ്റ് വെയിറ്റ് 50 kg, ഫിറ്റ്നസ് ഗോൾ അച്ചീവ് മൈ ടാർഗറ്റ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ് ഓൺ മൈ ബർത്ത്ഡേ. നല്ലൊരു ഗോളാണ്. എന്താ പറയുക, നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഏറ്റവും പ്രസന്റബിൾ ആയിട്ടിരിക്കണം, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും നമ്മൾ. അപ്പോൾ ആ ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ എന്താ പറയുക, ഇപ്പം 66 kg ആണ്. ഹൈറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എത്രയാണ് ഐഡിയൽ വെയിറ്റ് വരേണ്ടതെന്ന് എനിക്ക് പറയാൻ അറിയില്ല. 66 kg ആണ്. അപ്പോൾ ഏകദേശം ഒരു 10+ kgs കുറയ്ക്കാനുണ്ട്. പക്ഷെ എപ്പോഴാണ് ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് വിഷ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റും വെയിറ്റ് ട്രെയിനിങ്, അത് ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു 2 days കാർഡിയോ വർക്കൗട്ട്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ രീതിയിലുള്ള ഒരു റൂട്ടീനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ഗോൾ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് കമന്റ് ചെയ്തിരിക്കുന്നത് മാളു ആണ്. നേരത്തെ കമന്റ് ചെയ്ത ആൾ തന്നെയാണ്. ചേച്ചി പ്ലീസ് നമുക്ക് 75 ഹാർഡ് ചാലഞ്ച് ചെയ്യാവോ എന്നാണ്. അപ്പോൾ ഈ 75 ഹാർഡ് ചാലഞ്ച് എന്താണെന്ന് മാളൂന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനത് ചെയ്യാൻ മെനക്കെടാത്തതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, അത് 2 times നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. രാവിലെയും വൈകുന്നേരം 45 minutes വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഒരു വർക്ക്ഔട്ട് നമ്മൾ വീടിനകത്തുനിന്നും ഒരു വർക്ക്ഔട്ട് ഔട്ട്ഡോറും ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്ഡോർ വർക്ക്ഔട്ട് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളൊരു ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റൂൾസ് നമ്മൾ അതേപടി ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് ഏതെങ്കിലും ഒരു പ്രോപ്പർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഒരു വരുന്ന 75 ദിവസവും നമ്മൾ ഒരു തരത്തിലുള്ള ജങ്ക് ഫുഡും കഴിക്കാൻ പാടില്ല. പിന്നെ ഏകദേശം ഒരു 4 ലിറ്റർ ആണെന്ന് തോന്നുന്നു, 3.7 ലിറ്റർ ആണോ 4.7 ലിറ്റർ ആണോ അറിയില്ല, അത്രയും വെള്ളം കുടിക്കണം. അതൊന്നും എന്നെ കൊണ്ട് പോസിബിൾ അല്ല. എനിക്ക് മാക്സിമം കുടിക്കാൻ പറ്റാവുന്ന ഒരു വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്ന ഒരു മാക്സിമം ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 2.5 3 ലിറ്റർ ആണ്. അത്രേ എന്റെ ബോഡിക്കും ആവശ്യമുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ വെള്ളമൊന്നും എനിക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 75 ഹാർഡ്? പിന്നെ ഞാൻ കുറച്ച് ഈസി പീസി ആയിട്ട് എന്റെ ഫിറ്റ്നസ് ജേർണി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനും സീരിയസ്ലി എന്നെ കൊണ്ട് പറ്റില്ല. ഇടയ്ക്ക് ജങ്ക്സ് കഴിക്കാൻ എനിക്ക് തോന്നും, ഇടയ്ക്ക് മധുരം കഴിക്കാൻ തോന്നും. ഞാൻ വളരെ സാധാരണ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 75 ഹാർഡ് പറ്റുമെന്ന് എനിക്കറിയില്ല. എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മുടെ നിഷയൊക്കെ, അതായത് നമ്മുടെ ബിഫിറ്റിന്റെ കോ ഫൗണ്ടറാണ് നിഷയൊക്കെ 75 ഹാർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റ്നസ് കോച്ച് പൂജ ഒക്കെ 75 ഹാർഡ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുമെന്ന് എനിക്ക് വിശ്വാസം തോന്നുന്ന ഒരു കാലത്ത് എന്തായാലും ഞാൻ 75 ഹാർഡ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ചാനലിൽ എന്തായാലും ഞാൻ വീഡിയോസ് ആയിട്ട് തന്നെ അത് ഇടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ആള് മേരി ലൂയിൻ ആണെന്ന് തോന്നുന്നു. കറന്റ് വെയിറ്റ് 77 കിലോ ആണ്. ഐഡിയൽ വെയിറ്റ് 56 ആണ്. ഐ അച്ചീവ് 2024 മൈ ഐഡിയൽ വെയിറ്റ് 2024 എത്താൻ വേണ്ടി സാധിക്കട്ടെ. ഇപ്പം 77 കിലോ ആണ്. അപ്പോൾ 70+ ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് റെജീം ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഷിൽന നിഹാദ് ആണ്. ഹൈറ്റ് 155 സെന്റിമീറ്റേഴ്സ് ആണ്. അതായത് എന്റെ സെയിം ഹൈറ്റ് ആണ്. വെയിറ്റ് 57.3 ആണ്. അതായത് ഏകദേശം ഒരു 3 kgs ഒക്കെ കൂടുതലുള്ളൂ. പിന്നെ ഐഡിയൽ വെയിറ്റ് 54. എനിക്കറിയാം എത്രത്തോളം കഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ ഇതിന് 2 കിലോ ഒക്കെ കുറയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ 3 കിലോ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക, അതായത് നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്താൻ 2 3 കിലോ മാത്രം റീച്ച് ചെയ്യാനുള്ള സമയത്ത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്
ഏറ്റവും വലിയ ടീഡിയസ് ടാസ്ക് ആണ്. ചിലപ്പോൾ നമ്മളൊരു 90+ കിലോ ആണെങ്കിൽ പോലും ഇത്രയും കഷ്ടപ്പാട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ലാസ്റ്റ് എനിക്കറിയാം. അപ്പം എനിക്ക് ഷിൽനയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാക്സിമം ട്രൈ ചെയ്യണം. ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ പുഷ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 2 ടൈംസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. 45 മിനിറ്റ്സ്. പിന്നെ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. കുറച്ചും കൂടെ കൺസിസ്റ്റൻസി നമുക്ക് ഉണ്ടാവണം. ഈ ജങ്ക് ഫുഡ് ഒക്കെ ഒന്ന് അത്യാവശ്യം എന്താ പറയുക മാസത്തിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ചുരുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ, അത് നമ്മൾ കാർഡിയോ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഫുഡ് വേണം നമ്മുടെ ബോഡിക്ക്. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സോസ്റ്റഡ് ആവുന്നത് കാരണം കുറച്ച് ഫുഡുകളൊക്കെ, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യുന്ന കാരണമൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാൻ നോക്കുക. ആ ഒരു രീതിയിലേ നമുക്ക് നമ്മുടെ ഐഡിയൽ വെയിറ്റിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ബോഡി ടോണിങ് സാധ്യമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് സുചിത്ര സജു ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ന്യൂ ഇയറിലും ടാർഗറ്റിന്റെ ബഹളമാണ്, പക്ഷെ ഒന്നും നടക്കാറില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകൾ നമ്മൾ ഇടുമ്പം, അല്ലെങ്കിൽ എന്തായാലും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടാതെ ആയിപ്പോയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. അല്ലെങ്കിൽ എല്ലാവരും മെജോറിറ്റി ആളുകൾ നമ്മൾ ഒരു ന്യൂ ഇയർ ആകുമ്പോഴേക്കും പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. ഫസ്റ്റ് വീക്ക് തന്നെ അത് പൊട്ടി പാളീസ് ആവുന്നവരായിരിക്കും ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത്. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു റുട്ടീൻ എത്ര കാലം ഫോളോ ചെയ്തെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങൾ ഒരാഴ്ചയാണോ ചെയ്തത്, 2 ആഴ്ചയാണോ ചെയ്തത്, 1 മാസമാണോ ചെയ്തത്, 6 months ആണോ ചെയ്തത്? ഈ ഒരാഴ്ചയാണെങ്കിലും അതിന് കൺസിസ്റ്റൻസി വേണം. 2 ആഴ്ചയാണെങ്കിലും കൺസിസ്റ്റൻസി വേണം. 6 months ആണെങ്കിലും അതിന് കൺസിസ്റ്റൻസി വേണം. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിലല്ല, നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അങ്ങനെ ഒരു 6 months അല്ലെങ്കിൽ ഒരു 3 months, ഒരു 90 days ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ അടക്കം 90 days 45 days പ്ലാനുകളൊക്കെ കൊണ്ടുവന്നത്. കാരണം ഇതിനൊക്കെ ഈ ഒരു സമയത്തിനൊക്കെ 90 days അല്ലെങ്കിൽ 45 days ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ 21 days ഇതിനൊക്കെ ഓരോ സൈക്കോളജിക്കലി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ ഒരു 45 days അല്ലെങ്കിൽ 90 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരു വർക്ക്ഔട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്, ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പക്കാ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അല്ലാതെ നമ്മൾ ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാതെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ എന്താ പറയാ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് കാര്യമില്ല. ആ കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. ഒരിക്കലും അല്ല. നമ്മളൊക്കെ ഞാൻ 30 കിലോ കുറച്ച ആളാണ്. അപ്പൊ എനിക്കറിയാം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ആ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കാത്തതാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള ഒരേ ഒരു റീസൺ. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ, ആ ഹാർഡ് വർക്ക് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനും കൂടി വേണ്ടി നോക്കണം. ഞാൻ പലപ്പോഴും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മളൊരു എന്താ പറയുക, ഒരു 20 കിലോ ഉള്ള ഒരു അരിച്ചാക്കുന്ന അരിമണികൾ മാറ്റി എടുക്കുന്നത് പോലെയാണ് നമ്മുടെ ഫിറ്റ്നസ് ജേണി. ചിലപ്പോൾ നമ്മളൊരു 10,000 അരിമണികൾ അല്ലെങ്കിൽ ഒരു 1000 അരിമണികൾ മാറ്റി കഴിഞ്ഞാലും നമ്മുടെ ചാക്ക് ചിലപ്പോൾ നമുക്ക് പൊക്കാൻ പറ്റില്ല. അത്രയും വെയിറ്റ് ആ ചാക്കിന് ഉണ്ടാവും. പക്ഷെ നമ്മൾ മാറ്റി വെച്ച അരിമണികളിൽ നോക്കുമ്പോൾ ഒരുപാട് അരിമണികൾ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫിറ്റ്നസ് ജേണിയും. നമ്മൾ വളരെ ഓരോ ദിവസമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഫൈനലി എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് ആ 20 kg ചാക്കും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്സാമ്പിൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓരോ ദിവസവും ജനുവരി 1 മുതൽ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ അരിമണിയായിട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഫൈനലി ചിലപ്പോൾ നിങ്ങൾ ഒരു 3 months കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു 20 kg അല്ലെങ്കിൽ 20 kg ആ ഒരു ചാക്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഗോൾ വെയിറ്റ് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ചിലർക്കാണെങ്കിൽ 6 months കൊണ്ടായിരിക്കും ആ ഒരു ചാക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ചിലർക്ക് ആ ഒരു കംപ്ലീറ്റ് 1 year വേണ്ടി വന്നു എന്ന് വരാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും കൺസിസ്റ്റൻസി അതിനിടയിൽ വെച്ച് നിങ്ങൾ ഈ അരിപൊടി പെറുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജേണി അവിടെ എൻഡായി. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക. എന്നാൽ എന്തായാലും 2024 നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ഒരു 21 ആളുകൾക്ക്, കാരണം ആ ഒരു പിക്കിന് താഴെ കമന്റ് ഇടാൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിക്ക് നിങ്ങൾ പ്രിയോറിറ്റി കൊടുക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഹാപ്പി വൈബ്സ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റട്ടെ. 2024 നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന്റെ ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.